ഷവർമയും സമൂസയും ഒക്കെ കഴിച്ചു മടുത്തെങ്കിൽ ഇനി ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇത് അറബിക് ഡിഷായ ഫലാഫിലാണ്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് ഫലാഫിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. നിങ്ങൾ ഫലാഫിൽ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം. ഇനി വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. നല്ലവണ്ണം പൊങ്ങി വരും. എന്തായാലും ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇത്. ഫലാഫിൽ ഉണ്ടാക്കാനായി നമ്മൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കടലയാണ്. പിന്നെ 2 ഉള്ളി. 200 ഗ്രാം കടലക്ക് കണക്കായ മസാലയാണ് പറയുന്നത്. 2 ഉള്ളി, 3 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ചധികം മല്ലിയില വേണേ. കടലയൊക്കെ നല്ല വൃത്തി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ലേ. നിങ്ങൾ ഫലാഫിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്നുണ്ടാക്കി നോക്കണേ. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഉള്ളിയൊക്കെ നല്ല വൃത്തി കഴുകണേ. അതിൻ്റെ മേലെയുള്ള പൂപ്പിൽ നല്ലവണ്ണം വൃത്തിയാക്കണം. അതിനുശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണേ. നല്ലവണ്ണം അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അരക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എപ്പോഴും നമ്മൾ സമൂസയും ഉള്ളിവടയും പരിപ്പ് വടയും ഒക്കെയല്ലേ ഉണ്ടാക്കാറ്. ഇതുപോലെ ഒരു ഫലാഫിൽ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഈ ഫലാഫിലിനെ. എന്നാൽ നല്ലവണ്ണം വെന്തും കിട്ടും. ഇതിൻ്റെ കൂടെ ചട്നിയോ അല്ല സോസോ എന്ത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. മല്ലിയില നമ്മൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മല്ലിയില ചേർത്തിട്ടില്ലെങ്കിൽ ഇതിന് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കടലയിലേക്ക് ചേർത്ത് കൊടുത്ത എല്ലാ മിക്സും കൂടി നമുക്ക് നല്ലവണ്ണം അരച്ചെടുത്ത് വരാം. നമ്മൾ പരിപ്പ് വടക്കെല്ലാം അരക്കുന്നത് പോലെ അരച്ചാൽ മതി. ഇതൊക്കെ വെറും 20 മിനിറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാം കൂടി നല്ലവണ്ണം ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ലൂസായി പോയെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അരിപ്പൊടിയോ മൈദമാവോ അല്ല കടലമാവോ എന്തെങ്കിലും ഒന്ന് ടൈറ്റാക്കാൻ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ഉപ്പെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇനി ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് കടലമാവാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. നല്ല ജീരകപ്പൊടിയാണ്. ഇനി വളരെ ചിലവും കുറവാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം വീണ്ടും നല്ലവണ്ണം കുഴച്ച് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. പരിപ്പ് വട പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഉരുളകളാക്കി ചുട്ടെടുത്താൽ മതി. ഉള്ളൊക്കെ നല്ലവണ്ണം വെന്ത് കൊള്ളും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരമാണ് ഇത്. ഇതിൽ കൂടുതൽ എരിവൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൽ അധിക പേരും മൈദയോ പച്ചരിപ്പൊടിയോ മറ്റുമാണ് ചേർക്കാറ്. ഇത് കുറച്ച് ടൈറ്റാക്കാൻ നമ്മൾ ചേർത്ത് കൊടുത്തത് കടലമാവാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സാധാരണ ഓയിലിൽ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയാകുമ്പോൾ വെളിച്ചെണ്ണേൻ്റേതായ ഒരു കുത്തലുണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ല. എനിക്കങ്ങനെയാണ് തോന്നിയത്. നമ്മൾ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ഓയിലിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓയിലിൽ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റായി എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതിയേ. അധികം പരത്തേണ്ട ആവശ്യമില്ല. കടല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കൊള്ളും. ഇങ്ങനെ ചെയ്താൽ മതി. വളരെ ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണേ. അടിഭാഗം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് ചൂടോടെ കഴിക്കാനും അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി എനിക്ക് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കടലയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചോളൂ. നാളെ തന്നെ ഉണ്ടാക്കിക്കോളൂ.
വെറും 200 ഗ്രാം കടലയും 2 ഉള്ളിയും 2-3 പച്ചമുളകും കുറച്ച് മസാലപ്പൊടികളും മാത്രം മതി നല്ല രുചിയുള്ള ഫലാഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഒട്ടും എണ്ണ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പുറമേ നല്ല ക്രിസ്പിയുണ്ട്, എന്നാൽ ഉള്ളു നല്ലവണ്ണം വെന്തിട്ടുണ്ടായിരുന്നു. ഇതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഗൾഫിൽ നിന്നും കഴിച്ചിട്ടുള്ളത്. ഒരു മാറ്റവുമില്ല. ഗൾഫ് നാടുകളിലൊക്കെ ഇത് വളരെ ഒരു ഫേമസ് ആയ ഒരു ഐറ്റമാണ്. ഇത്രയും കുറച്ച് സാധനം വെച്ചിട്ട് നമുക്ക് 30 ഫലാഫിലാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാനും പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബേക്കറിയിലേക്കോ ഹോട്ടലിലേക്കോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒരിക്കൽ കൂടി പറയാം, നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.